അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹാൻഡ് വാഷ് ബോട്ടിൽ നിറയ്ക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ലിക്വിഡ് ഡിറ്റർജന്റ് ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലെ ലിക്വിഡ് ഡിറ്റർജന്റ് കഴിഞ്ഞു ഗൈസ്. അപ്പൊ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഇന്ന് തന്നെ മേക്ക് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഷോപ്പിലേക്കുള്ള ഹാൻഡ് വാഷുകള് ബോട്ടിൽസിലാക്കാം കേട്ടോ. അപ്പൊ ഇത് 250 ml ബോട്ടിലാണ് കേട്ടോ വരുന്നത്. ഈ ചെറിയ ബോട്ടില് നോക്കിയേ, നമ്മൾ ഇന്നലെ കണ്ട പോലെയല്ല. കഴിഞ്ഞ ദിവസം നല്ല പതയായിട്ടായിരുന്നു നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ നമുക്ക് ഇത് ബോട്ടിൽസിലേക്ക് നിറയ്ക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയാ നോക്കിയേ നമ്മുടെ ഹാൻഡ് വാഷ്, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ബോട്ടിൽസിലേക്ക് ഓരോന്നിലേക്കായിട്ട് നിറയ്ക്കണം. ഇതാണ് ഇതിന്റെ ക്യാപ്പ് വരുന്നത് കേട്ടോ. കുറച്ചുകൂടെ നമുക്ക് നിറയ്ക്കാം. ഇത് ഫുള്ളായിട്ടില്ല. ഇപ്പോ ഫുള്ളാക്കി നിറച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് ട്രാൻസ്പെറന്റിൽ ചെയ്യണേക്കാറ്റും നല്ല ഭംഗിയുള്ളത് ഈ പേർലയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ. അതേ കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പൊ നമുക്ക് എല്ലാ ബോട്ടിൽസിലേക്കും ഇത് നിറച്ചിട്ട് വേഗം തന്നെ നമുക്ക് ലിക്വിഡ് ഉണ്ടാക്കാം. ലിക്വിഡിന് ഞാനിന്ന് കൊടുക്കാൻ പോകുന്നത് പിങ്ക് കളറാണ് കേട്ടാ. അപ്പൊ നമ്മള് ബ്ലൂ കളറിലാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇന്ന് നമുക്കൊരു വെറൈറ്റിക്ക് പിങ്ക് കളറിലൊന്ന് ചെയ്തു നോക്കാം. അതുപോലെ തന്നെ നമ്മൾ സ്മെല്ല് മാറ്റുന്നുണ്ട്. സ്മെല്ല് നമുക്ക് ലാവൻഡറിന്റെ ഒന്ന് കൊടുത്തു നോക്കാം കേട്ടോ. അപ്പൊ ലിക്വിഡിന് നമ്മൾ സ്പെഷ്യൽ സ്മെല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡിന്റെ തന്നെ സ്മെല്ലാണ് കൊടുക്കാറുള്ളത്. ഇന്ന് ലാവൻഡർ വെച്ചിട്ടൊന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ചു. അപ്പോ നമുക്ക് വേഗം തന്നെ നിറയ്ക്കാട്ടാ. അപ്പൊ നമുക്ക് ലാബിലൂടെ ഒട്ടിക്കാട്ടത്തില്ലേ. ഒരു സൈഡിലാട്ടാ ലാബിലുള്ളത്. ഇതിൽ ഇനി നമ്മുടെ മാനുഫാക്ചറിങ് ഡേറ്റ്, അതുപോലെ തന്നെ ബാച്ച് നമ്പർ, MRP റേറ്റ് ഒക്കെ എഴുതണേ. അതൊക്കെ ഞാൻ അവിടെ സ്പേസ് വിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതേ നമ്മള് ഹാൻഡ് വാഷ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല സ്കൈ ബ്ലൂ കളറിലാണ് കേട്ടോ. അപ്പൊ ഇത് 250 ml ബോട്ടിലാണ് നമ്മൾ നിറച്ചിട്ടുള്ളത്. പക്ഷെ ഒരെണ്ണത്തിലേക്ക് നമുക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇതേ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണികളിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ലൈക്കും കമന്റും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും മുന്നോട്ട് പോവാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത പണിയായിട്ടുള്ള ലിക്വിഡ് ഉണ്ടാക്കൽ തുടങ്ങാം. അപ്പൊ നമുക്ക് ലിക്വിഡ് മേക്ക് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ലിക്വിഡിന്റെ കിറ്റ് വരുന്നത്. 10 ലിറ്ററിന്റെ മേക്കിംഗ് കിറ്റ് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ നമ്മൾ ഇതിന് മുന്നും വീഡിയോസ് ലിക്വിഡിന്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും പലരിലേക്കും എത്തുന്നില്ല. കുറെ പേർക്ക് ഇങ്ങനെ ലിക്വിഡ് ഒന്നും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന അറിയാത്തവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ അവരിലേക്കൂടെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് അടിച്ചേ കമന്റ് കൂടി ഇടണം കേട്ടോ. ലൈക്ക് ഉണ്ടെങ്കിലാണ് നമ്മുടെ വീഡിയോസിന് വ്യൂസ് കയറി കുറെ പേരിലേക്ക് എത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ലിക്വിഡ് ഉണ്ടാക്കാൻ പോവാം. അപ്പൊ ആദ്യം തന്നെ നമുക്കിത് പൊട്ടിക്കാട്ടോ. അപ്പൊ ഇതില് നമ്മളെല്ലാം നമ്പേഴ്സ് ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. എല്ലാത്തിലും നമ്പറുകൾ ഉണ്ട് കേട്ടോ. നമ്പർ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ഓരോന്നിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ ഇട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തെറ്റൂല കേട്ടോ. കണ്ടില്ലേ, ഇതിനൊക്കെ നമ്പറുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ കിറ്റ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്പേഴ്സ് ഇട്ടിട്ടായിരിക്കും തരുന്നത് കേട്ടോ. അപ്പൊ എല്ലാത്തിനും നമ്പറുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് 1ാം നമ്പർ വരുന്നത്. അപ്പൊ 1ാം നമ്പർ നമുക്ക് 4 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതില് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ലിറ്റർ ആണ് മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ നമുക്ക് തന്നെ തയ്യാറാക്കി എടുക്കാം. പുറത്തു നിന്നൊക്കെ നമുക്ക് ലിക്വിഡൊക്കെ ഡിറ്റർജന്റ് ലിക്വിഡിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് വീട്ടിലേക്കുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ഡിഷ് വാഷ്, ഫ്ലോർ ക്ലീനർ, ഫിനോയിൽ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ 1ാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനു മുന്നേ നിങ്ങൾ ഗ്ലൗസും മാസ്ക് ഇട്ടതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ട് വരാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ 1ാം നമ്പർ നമുക്ക് 4 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഗ്ലൗസും മാസ്കും ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഈ
നിർത്തണം കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ചിലതൊന്നും ഉണ്ടാക്കുമ്പോ പ്രശ്നമില്ല, പക്ഷെ ചിലതൊക്കെ ഉണ്ടാക്കുമ്പോ നമ്മള് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ 1-ാം നമ്പറാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 2-ാം നമ്പറാണ്. 2-ാം നമ്പർ നമ്മൾ 4 ലിറ്റർ വെള്ളത്തിലേക്കാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം. അപ്പൊ ഇത് ഫുള്ളായിട്ട് ഇതൊന്ന് ചെറുതായിട്ട് അലിയാനുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് അലിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് അലിയിപ്പിച്ചെടുക്കണം. അലിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മെയിൻ മിക്സിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ ഇളക്കി ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ നമുക്കിത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മേത്തൊക്കെ ആണെങ്കിൽ ചൊറിയൊക്കെ ചെയ്യൂട്ടോ. അപ്പൊ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഇനി ഇത് മെയിൻ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ 4 ലിറ്റർ മേക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, 1-ാം നമ്പർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ നമ്മൾ ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ച് സമയം മതി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ മൊത്തമായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 3-ാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. 3-ാം നമ്പറും ഒരു പൗഡറാണ് കേട്ടോ. 3-ാം നമ്പർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ 3-ാം നമ്പർ ആഡ് ചെയ്തിട്ടുള്ളത് 1/2 ലിറ്റർ വെള്ളത്തിലേക്കാണ് കേട്ടോ. അപ്പൊ ഈ വെള്ളത്തിന്റെ അളവുകളൊന്ന് ജസ്റ്റ് നമ്മൾ കറക്റ്റ് ആക്കി വെച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ തന്ന ഐറ്റംസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ 3-ാം നമ്പർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. പൗഡർ ആയ കാരണം നമ്മൾ നല്ല രീതിയിൽ തന്നെ അലിയിപ്പിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ 4-ാം നമ്പർ വരുന്നത് നമുക്കൊരു ലിക്വിഡ് ആണ് കേട്ടോ. ഇതുകൂടെ ആഡ് ചെയ്ത് കൊടുത്ത് സ്മെല്ലും കളർ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടാ. ഇനി നമുക്ക് 4-ാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. 4-ാം നമ്പർ ഇതുപോലെ ഒരു തിക്ക് ലിക്വിഡ് ആണ് കേട്ടോ വരുന്നത്. ഈ ലിക്വിഡ് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് സ്മെല്ലും കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ സ്മെല്ല് ലാവെൻഡറിന്റെ ആണ് കേട്ടോ കൊടുക്കുന്നത്. പക്ഷെ ലിക്വിഡിന്റെ സ്മെല്ലാണ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടം. പക്ഷെ നമ്മൾ ഇന്നൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുകയാണേ. നമുക്ക് പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് പിങ്ക് കളറിൽ ചെയ്യണം കേട്ടാ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിങ്ക് കളറ്. നല്ല രീതിയിൽ നമുക്ക് കളർ കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് സ്മെല്ലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്മെല്ല് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ കളർ കഴിഞ്ഞിട്ട് സ്മെല്ല് ആഡ് ചെയ്താലും കളറിന് മുന്നേ ആഡ് ചെയ്താലും പ്രശ്നമില്ല കേട്ടോ. അപ്പൊ ദേ നമ്മുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ലിക്വിഡ് വീട്ടിൽ മേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് ബബിൾസ് മാറിയിട്ട് ബോട്ടിൽസിലേക്ക് ആക്കണമെങ്കിൽ ആക്കാം. നമ്മുടെ പഴയ വല്ല ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലാക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ മിനറൽ വാട്ടറിന്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലാക്കി വെക്കാം കേട്ടോ. ഇത് നല്ല പതയുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പൊ മാസ്ക് വെച്ചാറുണ്ട് ആകെ നമുക്ക് ഇതായിട്ടുണ്ട്, എന്ത് വിയർത്തൊഴുകിയിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്.
അപ്പൊ നമുക്ക് തുണി കഴുകാൻ ആവശ്യമായിട്ടുള്ള ലിക്വിഡ് ദേ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ലിക്വിഡ് ആണ്. അപ്പൊ ഇതിന്റെ കിറ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിറ്റുകൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യാനുള്ള ലിക്വിഡ് ഇനി നിങ്ങൾ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതിന്റെ വേറെ കിറ്റുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഡിഷ് വാഷ് ഉണ്ട്, ഫ്ലോർ ക്ലീനർ ഉണ്ട്, ഫിനോയിൽ ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ വാട്സപ്പിലായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ. അപ്പൊ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ പലരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത, അതുപോലെ തന്നെ കമന്റ് ചെയ്യാട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പലർക്കും ഇങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ കമന്റ് ചെയ്യണതിന്റെ അവിടെ തന്നെയാണ് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരുന്നത് കേട്ടോ. അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത കുറച്ച് സ്റ്റാറുകളൊക്കെ ഇങ്ങനെ വരും. അപ്പൊ അതിലൊന്ന് ടിക്ക് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം. ബൈ.